അവിടെ തിരിച്ചു വെക്ക അവിടെ. എന്റെ അമ്മോ, തണുപ്പ് തണുപ്പ്. ഇതെന്താ, എങ്ങനെ എന്റെ ബൈക്ക് ഐസ് വണ്ടിയായി മാറിയത്? എന്താണ് ഇപ്പൊ പോയത്? സമൂസക്ക് ഭയങ്കര ടേസ്റ്റ്. ഇതെന്തുവാ? ഈ ബേബി മാമൂത്ത് പെട്ടെന്ന് എവിടുന്നാ ഇവിടെ വന്നത്? എന്റെ പേര് അപ്പൂന്ന. ഞാൻ ഐസ്ലാൻഡിൽ നിന്നാ വരുന്നത്. എനിക്ക് കുറെ നാളായി ജലദോഷം. ഇവിടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ? അതെ, പിന്നല്ലാതെ. പത്തുലു വരൂ, നമുക്ക് ഇവനെ വലിയേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. വരൂ അപ്പു, ഡോക്ടർ ചട്കിയുടെ അടുത്ത് പോയാ എല്ലാം ശരിയാക്കി തരും. വേഗം വരൂ. യോ, ഇതെന്തുവാ? നിനക്കെന്തോ കാര്യമായിട്ട് വലിയ പ്രശ്നമുണ്ട്. വരൂ, ആദ്യം നീ നല്ല ചൂടുള്ള സമൂസ കഴിക്ക്, എന്നിട്ട് കുറച്ച് വിശ്രമിക്ക്. എന്റെ ചായക്കട ചേട്ടാ, നോക്കൂന്നേ, ഐസ്ലാൻഡിൽ നിന്ന് അപ്പു വന്നിട്ടുണ്ട്. ഇവനെ നല്ല ചൂടുള്ള സമൂസകൾ കൊടുക്കൂ, ചായ കൊടുക്കൂ. കാരണം ഇവന് നല്ല തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ഇന്നാ അപ്പു നല്ല ചൂടുള്ള സമോസ. ചായക്കടക്കാരൻ ചേട്ടാ, സമൂസ നല്ല രസമുണ്ട്. മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മോട്ടു സമൂസ വിട്ടിട്ട് വേഗം ഇവിടെ ഓടാൻ നോക്ക്. വേഗം. ചേട്ടാ, എവിടേക്ക് പോകുന്നേ? നിക്ക്. ഇല്ലില്ല, നിന്നെ ജീവിപ്പിച്ചാലേ നീ ഞങ്ങളെയൊക്കെ ഐസാക്കി കളയും. അതെ, എനിക്ക് ഡോക്ടർ ചട്കയെ കാണണം. പറയൂ, അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ടാവും? മോട്ടു ചേട്ടാ, ഒന്നും പറയൂ. നീ ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നാ മതി, നിനക്ക് മനസ്സിലായിക്കോളും. പത്തുലു, ശ്രദ്ധിച്ചോ, ദേ അവൻ തുമ്മാൻ പോവോ. ഞാൻ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കണോ? എന്താ, നിങ്ങളുടെ തലയ്ക്ക് വല്ല വട്ടി പിടിച്ചോ? പറ. ഇതെന്താ, എന്നെ ഐസ് മനുഷ്യരാക്കിയോ? മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ശുഭൻ, മോട്ടു പത്ലു. എന്റെ അമ്മോ, താൻ എന്തായി പറയുന്നത്? ഓ, അങ്ങനെയാണോ? എന്റെ മോട്ടോർ ബൈക്കും ഐസ് വണ്ടിയായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. നീ വേഗം വന്നേ, ഞാൻ വെയിറ്റ് ചെയ്യാം. യാ. എന്റെ അമ്മോ, മോട്ടു പത്ലു, നിങ്ങൾക്ക് ഒരിക്കലും വാതിൽ കൂടെ അകത്ത് കയറാൻ പറ്റില്ലേ? എന്ത് ചെയ്യാനാ ചിങ്കം സാറേ, പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ആനയുടെ രൂപത്തിലെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അത് എങ്ങനെ സംഭവിക്കും? ഒരു മോഡേൺ സിറ്റിയിൽ ഒരു കുട്ടി ആന വന്നിരിക്കുന്നുവെന്നോ? കോൺസ്റ്റബിൾസ്, പുറത്തേക്ക് പോയിന്ന് നോക്കൂ. എന്റെ അമ്മോ, എന്താ ഇവിടെ സംഭവിച്ചത്? ആരാത് ചെയ്തത്? നിങ്ങൾ അകത്തുണ്ടോ? മേ ഐ കം ഇൻ പ്ലീസ്? നോ 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 നോ. ചിങ്കം സാറ്, ചങ്ക്, നിങ്ങൾ എവിടുന്ന ഇങ്ങനെ പറന്നു വന്നത്? വലിയേട്ടാ, ഫുർഫുറി നഗരത്തിലെ ബേബി മേമൂത്ത് വന്നിട്ടുണ്ട്.
എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടേ ഒരുപാട് ചിരിക്കല്ലേ, അത് പുറകിലെങ്ങാ വന്ന് നിൽക്കും. മോട്ടു ചേട്ടാ, മധുല ചേട്ടാ, ഈ വാതിലൊന്ന് തുറക്കൂ പ്ലീസ്. അത് വന്നു. ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ. ഞാൻ പോയി വാതിൽ തുറക്കാം. 1 3 4. പൊളിച്ചെടുത്തല്ലോ. നല്ല സുന്ദരി ആനക്കുട്ടി. വന്നേ, അകത്തേക്ക് കേറ്. വരുന്നേ. എന്റെ അത്തിപ്പാറ അമ്മജി, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ആ കസേട്ട് ഇപ്പൊ ഐസായി മാറിയിരിക്കുക. ഡോക്ടർ ജഡ്ക, നിങ്ങളെ ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. എനിക്ക് ഒരുപാട് നാളായി ജലദോഷം, ഇതുവരെ ശരിയായില്ല. എന്റെ ഐസ്ലാൻഡിലെ ബഹുല ഭഗത് പറഞ്ഞിരുന്നു ഇത് ഡോക്ടർ ജഡ്കയ്ക്ക് മാത്രമേ സുഖപ്പെടുത്താൻ സാധിക്കൂ എന്ന്. ഇതിനാ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. വേണ്ട തുമ്മല്ലേ. എന്താ ഇത്? ഡോക്ടർ ജഡ്കനെ നീ ഇങ്ങനെ ഐസാക്കി കളഞ്ഞല്ലോ. മോട്ടു ചേട്ടാ, നിങ്ങൾക്കിത് ശരിയാക്കാൻ കഴിയില്ലേ? നിങ്ങൾ സമൂസ കഴിച്ച് വേണ്ട. നിങ്ങൾ പിന്നെ വന്നോ? ഇനിയും ആ പ്രാചീന ജീവിയെങ്ങാൻ പുറകെ വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അത് മനസ്സിലാക്കിക്കോ. ഒന്ന് നിക്ക് ചായക്കട ചേട്ടാ, ആദ്യം നിങ്ങൾ ഡോക്ടർ ജഡ്കയോട് പറയൂ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ജലദോഷം വന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിൽ ഉണ്ടെന്നേ. മോട്ടു ചേട്ടാ, നിങ്ങൾ എവിടെയാ? അല്ല, നീ എന്തിനാ ഇങ്ങനെ മോട്ടോയുടെ പുറകിൽ ഇങ്ങനെ വരുന്നത്? വേണ്ട. ഓടിക്കോ. അയ്യോ, നിക്കൂ, നിക്കൂ. നിങ്ങൾ എവിടേക്കാ പോകുന്നേ? നിക്ക്. ഇല്ല ഇല്ല, ഞങ്ങള് നിക്കൂല. നീ ഞങ്ങളുടെ ജീവിതം തന്നെ കട്ടപ്പുകയാക്കിയില്ലേ. അയ്യോ, നിങ്ങൾ എന്നെ ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ ആര് ശരിയാക്കും? അതെ, ആദ്യം ഡോക്ടർ ജഡ്ക ഒന്ന് നന്നാവട്ടെ. മോട്ടു പത്രു, നിങ്ങളെ ഞാൻ കണ്ടോളാവടാ. തൽക്കാലം ഞാൻ ഇവിടുന്ന് ഓടിപ്പോട്ടെ. ഓ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ അസുഖം മാറണമെങ്കിൽ ഞാൻ പറയുന്ന പോലൊക്കെ നീ കേൾക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനിപ്പോ നിനക്കൊരു ആന്റിഡോട്ട് ഉണ്ടാക്കി തരാം. ഓ ഓ ഓ ഓ എന്റെ അമ്മോ, ഇനി ഞാൻ ഇതിനെ തുമ്മാൻ അനുവദിക്കില്ല. ഏയ് സ്റ്റോപ്പ്, ഇനി നീ തുമ്മരുത്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, ഇത് ഇളനീരിന്റെ പോലും വിട്ടുവെക്കുന്നില്ല. ഇനി എന്താ ചെയ്യാ? വരൂ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ സ്പ്രേയുടെ എഫക്റ്റ് അവളിൽ ഏൽക്കുകയാണെങ്കിൽ അവളുടെ അസുഖം മാറും. മോട്ടു ചേട്ടാ, എവിടെയാ മോട്ടു ചേട്ടാ? ആച്ചി. ഏയ് സ്റ്റോപ്പ്. ഏയ് എന്റെ അമ്മോ. ഓടിക്കൂ. അയ്യോ, നിക്ക് മോട്ടു ചേട്ടാ. മോട്ടു ചേട്ടാ, ഇത് എവിടേക്ക് ഓടുന്നേ? ഞാൻ ശരിയായി കണ്ടില്ലേ? എന്താ പറഞ്ഞേ? അത് ചേട്ടാ, എന്റെ അസുഖമൊക്കെ ഭേദായി. നോക്ക് നോക്ക്, എനിക്ക് ഇപ്പൊ തുമ്മലേ വരുന്നില്ല. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ചേട്ടാ, ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചായയും സമൂസയും കഴിച്ചാലോ? അതൊക്കെ ഒന്ന് പറയാനുണ്ടോ? എന്നാ ചായക്കടയിലോട്ടേക്ക് ചെല്ലാം.
അപ്പുവിന് സുഖമായി അല്ലേ? മോട്ടു പത്രു, നിങ്ങൾക്ക് ഞാൻ മുതലും പലിശയും കുറച്ച് തരാനുണ്ടല്ലേ? ഓ എന്റെ ബോക്സർ ചേട്ടാ, ഇനി അതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നേ. നിക്ക്, അപ്പൂനെ ഇപ്പൊ വിളിക്കാവേ. അപ്പൂ, എന്തിനാ എന്തിനാ അപ്പുവിനെ വിളിക്കുന്നേ? ഏ? ഏ? ആ? ആ? Watch India's largest kids library only on Jio Hotstar. Download the app now.